നമസ്കാരം. ഫസ്റ്റ് ഇയർ ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ കോഴ്സിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് പവർ ബഡ്ജറ്റ് എന്ന ടോപ്പിക്കാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് രണ്ട് സ്റ്റേഷനുകൾ തമ്മിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അഥവാ ലിങ്ക് ചെയ്തുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള കണക്ടിവിറ്റിയെ OF ലിങ്ക് എന്ന് പറയുന്നു. A link is a way through which signal travels between two points. Here, optical fiber cable is the physical link between two stations. OF link സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ OF കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നടത്തേണ്ട പ്ലാനിംഗ് ആക്ടിവിറ്റീസ് ആയ റൂട്ട് പ്ലാൻ, റൂട്ട് സർവേ എന്നിവയെക്കുറിച്ചും പ്ലാനിംഗ് ആക്ടിവിറ്റീസ് നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നിങ്ങൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. ഇത്തരം പ്ലാനിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നതിനോടൊപ്പം തന്നെ നടത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് OF ലിങ്ക് പവർ ബഡ്ജറ്റ് അനാലിസിസ്. ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ പല വിധത്തിലുള്ള പവർ ലോസസ് സംഭവിച്ചാണ് റിസീവിംഗ് സ്റ്റേഷനിൽ എത്തുന്നത്. റിസീവറിൻ്റെ ഇൻപുട്ടിൽ എത്തുന്ന സിഗ്നലിന് ഒരു നിശ്ചിത പവർ ലെവൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ OF ലിങ്കിലൂടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. ഇതിനു വേണ്ടിയാണ് പവർ ബഡ്ജറ്റ് കാൽക്കുലേഷൻ നടത്തുന്നത്. ഇനി നമുക്ക് ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്കിൻ്റെ സിമ്പിൾ ഡയഗ്രാം നോക്കാം. ഇവിടെ ട്രാൻസ്മിറ്റിംഗ് സെക്ഷനിലെ ലൈറ്റ് സോഴ്സ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. തുടർന്ന് ഒപ്റ്റിക്കൽ സിഗ്നലിനെ OF കേബിളിലൂടെ കടത്തിവിടുന്നു. The light source in the transmitting section converts electrical signal into optical signal. This optical signal is coupled into the optical fiber cable. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ഈ സിഗ്നൽ ദീർഘദൂരം കടന്നു പോകുമ്പോൾ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കുറയും, അതായത് പവർ ലോസ് ഉണ്ടാവും. ആസ് ദ സിഗ്നൽ പാസസ് ത്രൂ ദി OF കേബിൾ, ദ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ വിൽ റെഡ്യൂസ്. That is, there will be power loss. At the receiving station, photo detector converts the optical signal into electric signal. റിസീവിംഗ് സ്റ്റേഷനിൽ എത്തുന്ന ഈ ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഫോട്ടോ ഡിറ്റക്ടർ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്നു. ട്രാൻസ്മിറ്ററിൽ നിന്നും സെൻഡ് ചെയ്യുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിനെ ട്രാൻസ്മിറ്റിംഗ് പവർ എന്ന് പറയുന്നു, PT. Signal strength of the transmitted signal is known as transmitting power, which is written as PT. റിസീവർ എൻഡിൽ എത്തുന്ന സിഗ്നലിൻ്റെ പവറിനെ റിസീവ് പവർ എന്ന് പറയുന്നു, അതായത് PR. റിസീവ് പവർ റിസീവറിൻ്റെ സെൻസിറ്റിവിറ്റിയേക്കാൾ കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യുകയുള്ളൂ. ദ പവർ ഓർ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ റീച്ചിങ് ദ റിസീവർ ഈസ് കോൾഡ് റിസീവ് പവർ, ദാറ്റ് ഈസ് PR. Remember, receive power should be greater than receiver sensitivity. Only then the system will function properly. എന്താണ് ഈ റിസീവർ സെൻസിറ്റിവിറ്റി? ഒരു റിസീവറിന് ഇൻപുട്ട് സിഗ്നലിനെ കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള മിനിമം റിസീവ് പവറാണ് റിസീവർ സെൻസിറ്റിവിറ്റി. ദാറ്റ് ഈസ്, receiver sensitivity is the minimum receive power level required at the input of the receiver for the faithful reproduction of the signal. ഈ ഒരു കണ്ടീഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ലിങ്ക് പവർ ബഡ്ജറ്റ് കാൽക്കുലേഷൻ നടത്തുന്നത്. പവർ ബഡ്ജറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. പവർ ബഡ്ജറ്റ് refers to the amount of loss a data link can tolerate while maintaining proper operation. ഒരു OF ലിങ്കിന് തടസ്സമില്ലാതെ വർക്ക് ചെയ്യണമെങ്കിൽ ആ ലിങ്കിൽ മാക്സിമം എത്ര പവർ ലോസ് സംഭവിക്കാം എന്ന് പവർ ബഡ്ജറ്റിലൂടെ മനസ്സിലാക്കാം. പവർ ബഡ്ജറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ട്രാൻസ്മിറ്റ് പവർ മൈനസ് റിസീവർ സെൻസിറ്റിവിറ്റി. PB ഈസ് ഈക്വൽ ടു PT മിനിമം മൈനസ് റിസീവർ സെൻസിറ്റിവിറ്റി. നമുക്ക് ഒരു ഉദാഹരണം നോക്കി കൂടുതൽ മനസ്സിലാക്കാം. Assume that a transmitter sends a signal with a transmitting power minus 3 dBm to minus 1 dBm and a receiver with receiver sensitivity minus 30 dBm receives it. Calculate power budget. ഒന്നും കൂടി വിശദമാക്കാം. ഒരു ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ട്രാൻസ്മിറ്റിംഗ് പവർ മൈനസ് 3 dBm മുതൽ മൈനസ് 1 dBm വരെയാണ്. അതുപോലെ റിസീവർ സെൻസിറ്റിവിറ്റി മൈനസ് 30 dBm ആണ്.
ഇനി പവർ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചു പവർ ബഡ്ജറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ട്രാൻസ്മിറ്റ് പവർ മൈനസ് റിസീവർ സെൻസിറ്റിവിറ്റി. ദറ്റ് ഈസ് PB ഈസ് ഈക്വൽ ടു PT മിനിമം മൈനസ് റിസീവർ സെൻസിറ്റിവിറ്റി. ഇവിടെ ട്രാൻസ്മിറ്റ് പവർ മിനിമം തന്നിട്ടുള്ളത് -3 dBm എന്നാണ്. റിസീവർ സെൻസിറ്റിവിറ്റി -30 dBm ആണ്. സോ PB ഈസ് ഈക്വൽ ടു -3 dBm മൈനസ് -30 dBm which is equal to 27 dB. ഈ ഒരു കേസിൽ ഈ സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്കിൽ വരുന്ന ടോട്ടൽ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ലഭിച്ച പവർ ബഡ്ജറ്റിനേക്കാൾ കുറവായിരിക്കണം. അതായത് ഈ കേസിൽ OF ലിങ്കിൽ വരുന്ന ലോസ് 27 dBയേക്കാൾ കുറവായിരിക്കണം. ദാറ്റ് ഈസ് ലിങ്ക് ലോസ് ഷുഡ് ബി വിത്തിൻ ദി പവർ ബഡ്ജറ്റ് ലിമിറ്റ്സ് ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി സിസ്റ്റം. പവർ ഗെയിനും പവർ ലോസും ഡെസിബൽ സ്കെയിലിലാണ് രേഖപ്പെടുത്തുന്നത്. ഡെസിബൽ സ്കെയിൽ എന്താണെന്ന് ചുരുക്കി പറയാം. ഡെസിബലിനെ dB എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു സിഗ്നലിൻ്റെ ഗെയിനും ലോസും മെഷർ ചെയ്യുന്നതിന് സാധാരണ ഉപയോഗിക്കുന്നത് ഡെസിബൽ സ്കെയിലാണ്. ദ അബ്രിവേഷൻ dB refers to decibel. A decibel reading signifies the amount of increase or decrease in a signal. It is a logarithmic scale to measure gain or loss of signal. ഇത് ഒരു logarithmic scale ആണ്. Power gain or loss in dB is expressed as 10 log P out by P in. P out എന്നത് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് പവറാണ്. P in എന്നത് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ട് പവറാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഗെയിൻ ആണ്, അതുപോലെ ഈ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ലോസ് ആണ്. ഇനി dB സ്കെയിൽ പ്രകാരമുള്ള ഗെയിനും ലോസും മനസ്സിലാക്കാം. ടേബിൾ ശ്രദ്ധിക്കുക. അറ്റ് 0 dB ദർ ഈസ് നോ ഗെയിൻ ഓർ ലോസ്. +3 dB പ്ലസ് സൈൻ ഗെയിനിനെ സൂചിപ്പിക്കുന്നു. +3 dB ആണെങ്കിൽ ഗെയിൻ ഇരട്ടിയാകുന്നു. +6 dB ആണെങ്കിൽ ഗെയിൻ വീണ്ടും ഇരട്ടിയാകുന്നു, അതായത് 4 ഇരട്ടി. -3 dB ആണെങ്കിലോ മൈനസ് സൈൻ ലോസിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ പവർ പകുതിയായി കുറയും. -6 dB ആണെങ്കിൽ പവർ വീണ്ടും പകുതിയാകുന്നു, അതായത് 4/1 ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓരോ 3 dB ഗെയിനിനും പവർ ഡബിൾ ആകുന്നു, അതുപോലെ ഓരോ 3 dB ലോസിനും പവർ ഹാഫ് ആകുന്നു. +10 dB ഗെയിൻ ആണെങ്കിലോ ഗെയിൻ 10 ഇരട്ടിയാകും. +20 dB ഗെയിൻ ആണെങ്കിൽ ഗെയിൻ 100 ഇരട്ടിയാവും, 100 ടൈംസ് ആകും. അതുപോലെ -10 dB ലോസ് ആണെങ്കിൽ പവർ 10/1 ആകും, 1/10 ആകും. -20 dB ലോസ് ആണെങ്കിലോ ലോസ് 100/1 ആകും, 1/100 ആകും. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഓരോ 10 dB ഗെയിനിനും പവർ 10 ഇരട്ടിയാകുന്നു, അതുപോലെ ഓരോ 10 dB ലോസിനും പവർ 10/1 കുറയുന്നു. dB സ്കെയിൽ ഒരു റിലേറ്റീവ് സ്കെയിലാണ്. നിലവിൽ എത്ര വാല്യൂ ഉണ്ടായിരുന്നോ അതിൽ നിന്നും എത്ര പവർ ലെവൽ കൂടിയെന്നും അല്ലെങ്കിൽ കുറഞ്ഞെന്നും മനസ്സിലാക്കാം. ആക്ച്വൽ പവർ ലെവൽ അല്ലെങ്കിൽ അബ്സല്യൂട്ട് പവർ ആണ് മെഷർ ചെയ്യേണ്ടത് എങ്കിൽ ഡെസിബൽ മില്ലിവാട്ട് dBm എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. dBm ഓർ ഡെസിബൽ മില്ലിവാട്ട് ഇസ് എ മെഷർ ഓഫ് സിഗ്നൽ സ്ട്രെങ്ത് ഓർ ആക്ച്വൽ പവർ ലെവൽ. ഇതും ലോഗറിതമിക് സ്കെയിലാണ്. നേരത്തെ കണ്ട dB സ്കെയിൽ പോലെ തന്നെ ഇവിടെയും 3 dBm കൂടുമ്പോൾ പവർ ഇരട്ടിയാകും, 3 dBm കുറയുമ്പോൾ പവർ പകുതിയാകും. 10 dBm കൂടുമ്പോൾ പവർ 10 ഇരട്ടിയാകും, 10 dBm കുറയുമ്പോൾ പവർ 10/1 കുറയും. dBm സ്കെയിൽ പ്രകാരം 0 dBm എന്നത് 1 മില്ലിവാട്ടാണ്. അങ്ങനെയെങ്കിൽ +3 dBm എത്രയായിരിക്കും? നമുക്കറിയാം ഓരോ 3 dBm കൂടുമ്പോഴും പവർ ഇരട്ടിയാകും എന്ന്. സോ +3 dBm will be equal to 2 milliwatt and 6 dBm will be equal to 4 milliwatt. അങ്ങനെയെങ്കിൽ -3 dBm എത്ര മില്ലിവാട്ട് ആയിരിക്കും? ഓരോ 3 dBm കുറയുമ്പോഴും പവർ പകുതിയാകും എന്ന് നമ്മൾ പഠിച്ചു. സോ -3 dBm will be equal to 1/2 milliwatt. -6 dBm 1/4 milliwatt ആയിരിക്കും. +10 dBm എത്ര മില്ലിവാട്ട് ആയിരിക്കും?
പ്ലസ് 10 dBm ആകുമ്പോൾ പവർ 10 ഇരട്ടി കൂടും. സോ പ്ലസ് 10 dBm വിൽ ബി ഈക്വൽ ടു 10 മില്ലി വാട്ട്. പ്ലസ് 20 dBm ആകുമ്പോഴോ വീണ്ടും 10 ഇരട്ടി കൂടും, അതായത് 100 മില്ലി വാട്ട്. ഇനി മൈനസ് 10 dBm ആകുമ്പോഴോ പവർ വിൽ ബി റെഡ്യൂസ് ടു 1/10 മില്ലി വാട്ട് ആൻഡ് മൈനസ് 20 dBm വിൽ ബി ഈക്വൽ ടു 1/100 മില്ലി വാട്ട്. ഒപ്റ്റിക്കൽ പവർ മീറ്ററിൽ പവർ മെഷർ ചെയ്യുന്നത് dBm സ്കെയിലിലാണ്. ഇപ്പോൾ കണ്ട ടേബിളിലെ വാല്യൂസ് എല്ലാം ഓർത്തിരിക്കാൻ ശ്രമിക്കുക. പവർ ബഡ്ജറ്റ് അനാലിസിസിലേക്ക് തിരിച്ചു വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു റിസീവ് പവർ ലെവൽ റിസീവർ സെൻസിറ്റിവിറ്റിയേക്കാൾ കൂടുതൽ ആയിരിക്കണമെന്ന്. റിസീവ് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. റിസീവ് പവർ ഇസ് ഈക്വൽ ടു മിനിമം ട്രാൻസ്മിറ്റ് പവർ മൈനസ് ലിങ്ക് ലോസ്. PR ഇസ് ഈക്വൽ ടു PT മിനിമം മൈനസ് ലിങ്ക് ലോസ്. ഇതിൽ റിസീവ് പവറും ട്രാൻസ്മിറ്റ് പവറും എന്താണെന്ന് നമുക്കറിയാം. ലിങ്ക് ലോസ് എന്താണെന്ന് നോക്കാം. ലിങ്ക് ലോസ്. Power losses occur at many points in an optical fiber system due to cable loss, connector loss and splice loss. Sum of all these losses is called link loss. ഒരു ഒപ്റ്റിക് ഫൈബർ കേബിൾ ലിങ്കിൽ ഉണ്ടാകുന്ന ലോസസ് ആയ കേബിൾ ലോസ്, കണക്ടർ ലോസ്, സ്പ്ലൈസ് ലോസ് എന്നിവയുടെ ടോട്ടലാണ് ലിങ്ക് ലോസ്. ഇനി ലിങ്ക് ലോസ് വിശദമായി മനസ്സിലാക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിങ്ക് ലോസ്. ആദ്യത്തേത് കേബിൾ ലോസ് അഥവാ ഫൈബർ അറ്റുനേഷൻ. കേബിൾ ലോസ് ഓർ ഫൈബർ അറ്റുനേഷൻ refers to the amount of power loss over the entire length of the optic fiber cable. ഒരു റൂട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള OF കേബിളിൽ ആകെ വരുന്ന ലോസ് ആണ് കേബിൾ ലോസ് അഥവാ ഫൈബർ അറ്റുനേഷൻ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മൂലമാണ് ഈ ലോസ് ഉണ്ടാകുന്നത്. കേബിൾ ലോസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. കേബിൾ ലോസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കേബിൾ ലെങ്ത് ഇൻറ്റു അറ്റുനേഷൻ കോഎഫിഷ്യൻറ്റ് ഓർ ലോസ് ഫാക്ടർ. ഈ അറ്റുനേഷൻ കോഎഫിഷ്യൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ വേവ് ലെങ്ത്തിനനുസരിച്ച് വ്യത്യാസം വരും. അതായത് അറ്റുനേഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ലോസ് ഫാക്ടർ ഒപ്റ്റിക്കൽ വിൻഡോ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതായിരിക്കും. സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഉപയോഗിക്കുന്ന 1310 നാനോമീറ്റർ എന്ന വിൻഡോ പ്രകാരം ലോസ് ഫാക്ടർ 0.4 dB per കിലോമീറ്റർ ആണ്. അതുപോലെ 1550 നാനോമീറ്റർ എന്ന വിൻഡോ പ്രകാരം ലോസ് ഫാക്ടർ 0.2 dB per കിലോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ലോസ് ഫാക്ടർ ഫോർ ഒപ്റ്റിക്കൽ വിൻഡോ 1310 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 0.4 dB per കിലോമീറ്റർ and loss factor for optical window 1550 nanometer is equal to 0.2 dB per kilometer. അടുത്തത് കണക്ടർ ലോസ്. കണക്ടർ ലോസ് is the signal loss at the connector due to coupling. ഒപ്റ്റിക്കൽ ഫൈബറുകൾ കണക്ടർ ഉപയോഗിച്ച് കപ്പിൾ ചെയ്യുമ്പോൾ വരുന്ന ലോസ് ആണ് കണക്ടർ ലോസ്. സാധാരണ ട്രാൻസ്മിറ്റർ സൈഡിലും റിസീവർ സൈഡിലും ഓരോ കണക്ടർ വീതം ഉണ്ടാവും. കണക്ടർ ലോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കണക്ടേഴ്സ് ഇൻറ്റു ലോസ് പെർ കണക്ടർ. പൊതുവെ ഒരു കണക്ടറിൻ്റെ ലോസായി കണക്കാക്കുന്നത് 0.5 dB പെർ കണക്ടറാണ്. യൂഷ്വലി 0.5 dB ഈസ് ടേക്കൺ ആസ് കണക്ടർ ലോസ് പെർ കണക്ടർ. നെക്സ്റ്റ് ഈസ് സ്പ്ലൈസ് ലോസ്. സ്പ്ലൈസ് ലോസ് ഇസ് ദ സിഗ്നൽ ലോസ് ഒക്കറിംഗ് അറ്റ് ദി സ്പ്ലൈസ് ജോയിൻറ്റ്സ്. സ്പ്ലൈസ് ജോയിൻറ്റ്സിൽ ഉണ്ടാവുന്ന ലോസ് ആണ് സ്പ്ലൈസ് ലോസ്. OF കേബിൾ സാധാരണ 2 കിലോമീറ്റർ നീളത്തിലുള്ള റോളുകളായാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ 2 കിലോമീറ്റർ കൂടുമ്പോഴും OF കേബിളുകൾ സ്പ്ലൈസ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് 50 കിലോമീറ്റർ നീളമുള്ള റൂട്ടാണെങ്കിൽ മിനിമം 25 സ്പ്ലൈസ് ജോയിൻറ്റ്സ് എങ്കിലും ഉണ്ടാവും. ഓരോ ജോയിൻറ്റിലും സ്പ്ലൈസ് ലോസും ഉണ്ടാവും. സ്പ്ലൈസ് ലോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്പ്ലൈസ് ഇൻറ്റു ലോസ് പെർ സ്പ്ലൈസ്. സാധാരണ സ്പ്ലൈസ് ലോസ് 0.1 dB പെർ സ്പ്ലൈസ് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലിങ്ക് ലോസ് എത്രയായിരിക്കും? ടോട്ടൽ ലിങ്ക് ലോസ് വിൽ ബി ഈക്വൽ ടു കേബിൾ ലോസ് പ്ലസ് കണക്ടർ ലോസ് പ്ലസ് സ്പ്ലൈസ് ലോസ്. FTTH കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ് ലിങ്ക് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ സ്പ്ലിറ്റർ ലോസ് കൂടി കണക്കിലെടുക്കേണ്ടി വരും. If we are calculating link loss for FTTH connectivity,
we have to add splitter loss also along with other losses. ഉദാഹരണത്തിന് സ്പ്ലിറ്റർ 1:2 ആണെങ്കിൽ ലോസ് ഫാക്ടർ 3.5 dB per splitter ആയിരിക്കും. അതുപോലെ സ്പ്ലിറ്റർ 1:4 ആണെങ്കിൽ ലോസ് ഫാക്ടർ 7 dB per splitter ആയിരിക്കും. ലിങ്ക് മാർജിൻ. ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്കിലെ കമ്പോണൻസ് ആയ ഒപ്റ്റിക് ഫൈബർ കേബിൾ, കണക്ടർ, മറ്റ് എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയവയ്ക്ക് ഭാവിയിൽ കാലപ്പഴക്കം സംഭവിക്കാം. അതുപോലെ OF കേബിളിന് ബെൻഡോ ട്വിസ്റ്റോ വന്നേക്കാം. ഭാവിയിൽ സ്പ്ലൈസുകളുടെ എണ്ണം കൂടിയേക്കാം. ഇവയെല്ലാം തന്നെ പവർ ലോസിന് കാരണമാകും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലിങ്ക് മാർജിൻ. ലിങ്ക് മാർജിൻ സാധാരണ 3 dB മുതൽ 6 dB വരെയാണ്. ലിങ്ക് മാർജിൻ ഈസ് നീഡഡ് ടു കോമ്പൻസേറ്റ് ലിങ്ക് ഡീഗ്രഡേഷൻ വിച്ച് ക്യാൻ ബി കോസ്ഡ് ഡ്യൂ ടു ഏജിംഗ് ഓഫ് ഫൈബർ, connector and other devices in link, incidental twisting and bending of the fiber, addition of new splice joints, etc. A link margin of 3 dB to 6 dB is generally used. ലിങ്ക് മാർജിൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ബഡ്ജറ്റ് അനാലിസിസിൽ ലിങ്ക് മാർജിൻ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലിങ്ക് മാർജിൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിസീവ് പവറിൻ്റെ ഇക്വേഷൻ നോക്കാം. PR is equal to PT minus ലിങ്ക് ലോസ് പ്ലസ് ലിങ്ക് മാർജിൻ. പവർ ബഡ്ജറ്റ് അനാലിസിസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് പവർ മാർജിൻ. പവർ മാർജിൻ ഹെൽപ്സ് us to determine the sufficient power required to operate receiver. ഒരു റിസീവർ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായ പവർ എത്രയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പവർ മാർജിൻ ഈസ് ഈക്വൽ ടു പവർ ബഡ്ജറ്റ് മൈനസ് ലിങ്ക് ലോസ്. ഇഫ് പവർ മാർജിൻ ഈസ് ഗ്രേറ്റർ ദാൻ 0 dB, then പവർ ബഡ്ജറ്റ് ഈസ് സഫിഷ്യൻറ്റ് ടു ഓപ്പറേറ്റ് ദ റിസീവർ. അതായത് പവർ മാർജിൻ 0 dBയിൽ കൂടുതൽ ആണെങ്കിൽ പവർ ബഡ്ജറ്റ് കാൽക്കുലേഷൻ പ്രകാരം റിസീവർ വർക്ക് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് ബഡ്ജറ്റ് കാൽക്കുലേഷൻ നടത്താം. കാൽക്കുലേറ്റ് പവർ ബഡ്ജറ്റ്, ലിങ്ക് ലോസ്, റിസീവ് പവർ ആൻഡ് പവർ മാർജിൻ യൂസിങ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ്. നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മിനിമം ട്രാൻസ്മിറ്റ് പവർ ഈസ് ഗിവൺ ആസ് -4 dBm. Receiver sensitivity is -15 dBm. Cable length 10 kilometers. Number of connector 2. Number of splice 5. And operating wavelength is 1310 nanometer. നമുക്ക് ആദ്യം പവർ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പവർ ബഡ്ജറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ട്രാൻസ്മിറ്റ് പവർ മൈനസ് റിസീവർ സെൻസിറ്റിവിറ്റി. മിനിമം ട്രാൻസ്മിറ്റ് പവർ നമുക്ക് തന്നിട്ടുള്ളത് -4 dBm എന്നാണ്. റിസീവർ സെൻസിറ്റിവിറ്റി -15 dBm ആണ്. സോ പവർ ബഡ്ജറ്റ് ഈസ് ഈക്വൽ ടു PT minimum minus receiver sensitivity. That is -4 dBm minus -15 dBm, which is equal to 11 dB. So power budget is equal to 11 dB. ഇനി ലിങ്ക് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ലിങ്ക് ലോസ് ഇസ് ഈക്വൽ ടു കേബിൾ ലോസ് പ്ലസ് കണക്ടർ ലോസ് പ്ലസ് സ്പ്ലൈസ് ലോസ്. ആദ്യം കേബിൾ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. കേബിൾ ലോസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കേബിൾ ലെങ്ത് ഇൻറ്റു അറ്റന്വേഷൻ കോഎഫിഷ്യൻറ്റ് ഓർ ലോസ് ഫാക്ടർ. നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റർ പ്രകാരം കേബിൾ ലെങ്ത് 10 കിലോമീറ്റർ ആണ്. ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത് 1310 നാനോമീറ്റർ ആണ്. ഈ വിൻഡോ പ്രകാരം ലോസ് ഫാക്ടർ 0.4 dB per kilometer ആണ്. സോ കേബിൾ ലോസ് ഇസ് ഈക്വൽ ടു 10 into 0.4, that is equal to 4 dB. Next is connector loss. Connector loss is equal to number of connectors into loss per connector. Number of connectors given is 2. സാധാരണ ലോസ് പെർ കണക്ടർ 0.5 dB per connector ആണ്. അപ്പോൾ കണക്ടർ ലോസ് ഇസ് ഈക്വൽ ടു 2 into 0.5 which is equal to 1 dB. And finally splice loss. Splice loss is equal to number of splice into loss per splice. Number of splice 5 ആണ് തന്നിട്ടുള്ളത്. ലോസ് പെർ സ്പ്ലൈസ് സാധാരണ 0.1 dB per splice ആണ്. So splice loss is equal to 5 into 0.1 which is equal to 0.5 dB. അപ്പോൾ ടോട്ടൽ ലോസ് എത്രയാണ്? കേബിൾ ലോസും കണക്ടർ ലോസും
സ്പ്ലൈസ് ലോസും കൂടി ആഡ് ചെയ്യണം. അതായത് 4 dB പ്ലസ് 1 dB പ്ലസ് 0.5 dB which is equal to 5.5 dB. So total link loss is equal to 5.5 dB. Next is receive power. നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സിൽ ലിങ്ക് മാർജിൻ ഇല്ല. So receive power is equal to minimum transmit power minus link loss. PR is equal to PT minimum minus link loss. Minimum transmit power നമുക്ക് തന്നിട്ടുള്ളത് -4 dBm എന്നാണ്. ലിങ്ക് ലോസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു 5.5 dB. Receive power is equal to -4 minus 5.5 which is equal to -9.5. Receive power is equal to -9.5 dBm which is greater than the receiver sensitivity. Receiver sensitivity വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് -15 dBm ആണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് പവർ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാം. പവർ മാർജിൻ ഇസ് ഈക്വൽ ടു പവർ ബഡ്ജറ്റ് മൈനസ് ലിങ്ക് ലോസ്. പവർ ബഡ്ജറ്റും ലിങ്ക് ലോസും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. പവർ ബഡ്ജറ്റ് 11 dB ആണ്, ലിങ്ക് ലോസ് 5.5 dB ആണ്. സോ പവർ മാർജിൻ ഇസ് ഈക്വൽ ടു 11 dB മൈനസ് 5.5 dB which is equal to 5.5 dB. പവർ മാർജിൻ 0 dBയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കാം. പവർ മാർജിൻ is greater than 0 dB indicating that power budget is sufficient to operate the receiver. ഇതുവരെ പഠിച്ചതിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് നോക്കാം. പവർ ബഡ്ജറ്റ് is equal to minimum transmit power minus receiver sensitivity. Receive power is equal to minimum transmit power minus link loss. ഇനി ലിങ്ക് ലോസ് എന്താണ്? കേബിൾ ലോസ് പ്ലസ് കണക്ടർ ലോസ് പ്ലസ് സ്പ്ലൈസ് ലോസ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ റിസീവ് പവർ റിസീവർ സെൻസിറ്റിവിറ്റിയേക്കാൾ കൂടുതലായിരിക്കണം. ഇനി പവർ മാർജിൻ എന്തായിരുന്നു? പവർ മാർജിൻ ഈസ് ഈക്വൽ ടു പവർ ബഡ്ജറ്റ് മൈനസ് ലിങ്ക് ലോസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ലിങ്ക് ലോസ് പവർ ബഡ്ജറ്റ് ലിമിറ്റിൽ നിൽക്കുന്ന കേസാണ്. ഇനി അഥവാ ലിങ്ക് ലോസ് കൂടുകയും അതുപോലെ റിസീവ് പവർ റിസീവർ സെൻസിറ്റിവിറ്റിയേക്കാൾ കുറയുകയും ചെയ്താൽ എന്താണ് പ്രതിവിധി? അങ്ങനെയെങ്കിൽ ഫൈബർ ഒപ്റ്റിക് ലിങ്കിൽ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയിൽ റിപ്പീറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇഫ് ലിങ്ക് ലോസ് ഇൻക്രീസ് ആൻഡ് റിസീവ് പവർ ഈസ് റെക്കോർഡഡ് ബിലോ റിസീവർ സെൻസിറ്റിവിറ്റി, then we have to plan intermediate repeaters to boost the signal level. OF കേബിൾ ഇൻസ്റ്റലേഷന് ശേഷം കേബിൾ റൂട്ടിൽ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. പവർ ബഡ്ജറ്റ് പ്രകാരം കേബിൾ ലോസും കണക്ടർ ലോസും സ്പ്ലൈസ് ലോസും നിശ്ചിത ലിമിറ്റിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ the route is tested and power budget is verified. Ensure the parameters like cable loss, connector loss and splice loss are within the allowable limits. ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി OTDR Optical Time Domain Reflectometer, Optical Light Source, Optical Power Meter എന്നീ എക്യുപ്മെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ലിങ്ക് പവർ ബഡ്ജറ്റ് അനാലിസിസിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക, ഒപ്പം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. താങ്ക് യു.